രക്ഷപ്പെടാൻ ദൈവം കാണിച്ചെന്നിരിക്കുന്ന വഴിയാ. എടാ, മനോഹരമായ വീട്, രുചികരമായ ഭക്ഷണം, ആവശ്യത്തിനുള്ള പണം. ആ വക്കച്ചൻ നമ്മളെ പെരുവഴിയിൽ ഇറക്കി വിട്ടെങ്കിലും യഥാർത്ഥത്തിൽ നന്ദി പറയേണ്ടത് അയാളോടാ. യമുനയെ രക്ഷപ്പെടുത്തിയാൽ കിട്ടുന്ന കാശ് കൊണ്ട് നമുക്ക് നല്ലൊരു നാടക ട്രൂപ്പ് തുടങ്ങാം. ആദ്യത്തെ നാടകം എങ്കിലും എന്റെ അയ്മനം അമ്മിണി. എന്നിട്ട് വേണം വക്കച്ചനെ പോലെ എനിക്കും ഒരു കീപ്പിനെ വെച്ചുകൊണ്ട് കിടക്കാൻ. അതല്ല, 2 എണ്ണത്തിന് വണ്ടി ഇതേപോലെ ഇറക്കി വിടാൻ. അത് ശരി. യമുനയെ നമ്മളെ എങ്ങനെ രക്ഷപ്പെടുത്തുന്ന നീ പറയുന്നത്? അതൊക്കെ വഴിയുണ്ടാക്കാം. നിനക്ക് വേറൊരു കാര്യം അറിയണം. നമ്മൾ ഇവിടെ വന്നു പെട്ടതുകൊണ്ട് ഏറ്റവും കൂടുതൽ നേട്ടം ഉണ്ടാകാൻ പോകുന്നത് നിനക്കാ. എങ്ങനെ? നീ യമുനയെ ഭ്രാന്താശുപത്രിയിൽ നിന്ന് കടത്തിക്കൊണ്ട് പോരുന്നു. യമുനയുടെ അമ്മയുടെ കഷ്ടകാലത്തിന് അവർ യമുനയെ നിനക്ക് വിവാഹം കഴിച്ചു തരാൻ തീരുമാനിക്കുന്നു. അവർ സ്വത്തുക്കൾ നിന്റെ പേരിൽ എഴുതി വെക്കുന്നു. നീ പറഞ്ഞതുപോലെ യമുനയെ ഞാൻ കല്യാണം കഴിക്കുന്നു, ഈ വീടും സ്വത്തുക്കളെല്ലാം കൈവശം വെക്കുന്നു, നിന്നെ ഞാൻ ഇവിടെ ഇറക്കി വിടുന്നു. ഇറക്കി വിടുന്നോ? അല്ലെങ്കിൽ നിന്നെ എനിക്ക് നേരത്തെ അറിയാം. അപ്പ കണ്ടവനെ അപ്പാന്ന് വിളിക്കുന്നവനാ നീ. അതൊക്കെ പോട്ടെ, യമുനയെ രക്ഷപ്പെടുത്താൻ നീ എന്ത് വഴിയാ കണ്ടിരിക്കുന്നത്? അത് പറഞ്ഞാൽ നീ ഞെട്ടരുത്. ഇല്ല, പറ. ഒരു വഴിയും കണ്ടിട്ടില്ല. നിന്റെ ഈ ഭ്രാന്തന്മാരുടെ കൈക്കൊക്കെ ഇത്രയും ബലം ഉണ്ടാവുമോ? സ്വബോധമുള്ളവരായിരുന്നെങ്കിൽ പറഞ്ഞു വെക്കാമായിരുന്നു. ഇത് മുഴുവൻ വട്ടന്മാരല്ലേ. ആ ദുഷ്ടൻ ഞെക്കിയതിനേക്കാളും കടുപ്പത്തിലാണല്ലോ നീ ഞെക്കുന്നത്. അമ്മച്ചി അവിടെ പോയി? അമ്പലത്തിൽ പോയി. എനിക്ക് വേണമെന്ന് പറഞ്ഞ എന്ത് പറ്റി മക്കളെ? ഒന്നുമില്ല അമ്മച്ചി, ഇവൻ ഭ്രാന്താശുപത്രിയില്. ഭ്രാന്താശുപത്രി പോകുന്നതിന് മുമ്പ് ചെറുതായിട്ടൊന്ന് ബസ്കി എടുത്തു. ബസ്കിയോ? എക്സസൈസ്. ഞാൻ വെള്ളം ചൂടാക്കി തരാം. നല്ലോണം ആൾ പിടിച്ചാൽ മതി, വേദന മാറും. അതൊന്നും വേണ്ട അമ്മച്ചി, ഇവനൊക്കെ ഒരു പതിവാ. അറ്റൻഡേഴ്സിന്റെയും നേഴ്സുമാരുടെയും സെക്യൂരിറ്റി സ്റ്റാഫിന്റെയും കണ്ണ് വെട്ടിച്ച് ആ പെണ്ണിനെ ഭ്രാന്താശുപത്രിയിൽ നിന്ന് ഊരിക്കൊണ്ട് പോരണമെങ്കിൽ നമ്മൾ വല്ല മന്ത്രവാദികളും ആയിരിക്കണം. അമ്മച്ചി, കാശൊരു പ്രശ്നമല്ലെങ്കിൽ ഈ പ്രശ്നം ഞങ്ങൾക്കൊരു പ്രശ്നമേ അല്ല എന്നും പറഞ്ഞ് എന്തിനാണ് അതൊക്കെ വലിഞ്ഞേറി ഏക്കാൻ പോയത്? അത് ഇത്രയും കൊനഷ്ടമുള്ള ഏർപ്പാടായിരിക്കുമെന്ന് ഞാൻ അറിഞ്ഞോ? അതെ, ആ അമ്മച്ചിയോട് ഒന്നും മിണ്ടാതെ നമുക്ക് രാഖി രാമായണം അങ്ങ് മുങ്ങിയാലോ? അത് നിന്റെ പാരമ്പര്യം, എനിക്കത് വലിയ ശീലമില്ല. ശരിയാ, നിനക്ക് മുങ്ങുന്ന ശീലമില്ല, മറ്റുള്ളവരെ മുക്കുന്ന ഏർപ്പാടേ ഉള്ളൂ. ഒരുമാതിരി അരിവർത്ത വർത്താനം എന്നോട് പറയരുത്. ഡയലോഗ് അടിക്കാൻ സ്റ്റേജ് അല്ല, പബ്ലിക് റോഡാ. പബ്ലിക് റോഡും പെട്രോൾ ബങ്കും ഒന്നും എനിക്കൊരു പ്രശ്നമേ അല്ല. വാക്കുകൾ കൊണ്ട് അമ്മാനമാടി വളർന്നവനാണ് ഈ പിണ്ടിമന പോൾരാജ്. സ്റ്റേജിൽ ഡയലോഗ് തെറ്റിക്കുന്നതിന് ആ വക്കച്ചൻ നിന്നെ പിടിച്ച് അമ്മാനമാടി ഞാൻ കണ്ടിട്ടുണ്ട്. എന്ത് പറഞ്ഞതാ നിന്നെ ഞാൻ? എന്ത് ഇവിടെ? ആത്മാർത്ഥ സുഹൃത്തിനെ മർദ്ദിക്കാൻ വേണ്ടി മാത്രം വിവരം കെട്ട തെണ്ടിയല്ല ഞാൻ. ഐ ലവ് യു. എന്താ എത്ര പെട്ടെന്ന് ഐ ലവ് യു? അത് നിനക്ക് മനസ്സിലായില്ല? എനിക്ക് വിശക്കുന്നു. നമുക്ക് ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും വിശാലമായിട്ട് കഴിച്ചാലോ? എന്നെ കൊണ്ടൊന്നും പറയരുത്. ആ പെണ്ണിനെ രക്ഷപ്പെടുത്താനുള്ള വഴി ഇപ്പൊ ഒലത്തിക്കളയാന്ന് പറഞ്ഞിട്ട് നേരം കുറെ ആയല്ലോ, ഇതുവരെ ഒന്നും കണ്ടില്ലല്ലോ. ഇതിപ്പോ സാധാരണ ടൈപ്പ് ആശുപത്രിയിൽ നിന്ന് രക്ഷപ്പെടുത്താനായിരുന്നെങ്കിൽ എന്റെ മനസ്സിൽ 19 വഴികളുണ്ട്. ഭ്രാന്താശുപത്രി ആയിപ്പോയില്ലേ? കിട്ടിയ ഐഡിയ. എന്തോന്ന് ഐഡിയ? നാടകത്തിൽ നീ ഭ്രാന്തനായിട്ട് കലക്കുന്നതല്ലേ, യഥാർത്ഥ ജീവിതത്തിലും ആ കളി ഒന്ന് കളിച്ചു നോക്കിയാലോ? ട്രിപ്പ് കൊടുത്തില്ലേ? അത് മതി. നമസ്കാരം ഡോക്ടർ. മതി. നമസ്കാരം, ഇരിക്കും. താങ്ക്സ്. ഈ കോസ്റ്റ്യൂമർ എവിടെ പോയി കിടക്കുക? ഇവനൊക്കെ ഡ്രസ്സ് വെക്കാൻ ഏൽപ്പിച്ച് എന്നെ വേണം തല്ലാൻ. സമയത്തിന് ഡ്രസ്സ് കിട്ടിയില്ലെങ്കിൽ ഞാൻ പാക്കപ്പ് ചെയ്തിട്ട് പോകും കേട്ടോ. ഇരിക്കും. ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് വരിക. ഇതെന്റെ ആത്മാർത്ഥ സുഹൃത്ത് പ്രശാന്ത്. ഇവൻ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി നടന്ന് ഇപ്പോ നോർമൽ അല്ല. മമ്മൂട്ടിയെ പോലെ ഡ്രസ്സും ചെയ്ത് കറുത്ത കണ്ണടയും വെച്ച് എപ്പോഴും ഈ നടപ്പാ. ഇന്നലെ അമരത്തിലെ മമ്മൂട്ടിയാണെന്നും പറഞ്ഞ് കരയിൽ കിടന്ന വഞ്ചികളെല്ലാം കടലിൽ ഇറക്കിയിട്ടു. ആ മുക്കോമാരെല്ലാം കൂടെ ചേർന്ന് പൊതിരെ തല്ലി. എന്റെ മക പരൂഷ ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായി. കാക്ക മലന്ന് പറക്കൂന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്തോ ആയി. എന്താണ്ടാ മുണ്ടാട്ട മുട്ടിപ്പോയ എന്റെ മകളെ ഞാൻ വക്കീലാക്കും, ഡോക്ടറാക്കും, കളക്ടറും ആക്കും. ഇതൊന്നും അല്ല, ചിലപ്പോ മോഹൻലാൽ ദേഹത്തേറും. ഡോക്ടർ, അവിടെ പ്രശ്നം, ഇവിടെ പ്രശ്നം, അങ്ങനെ മൊത്തത്തിൽ പ്രശ്നമാണ്. ഇതൊക്കെ സഹിക്കാം. ചിലപ്പോ ആദ്യ ഭാവത്തിൽ അഭിലാഷ ആവുമ്പോഴാണ് ഏറ്റവും കുഴപ്പം. നിന്ന നിൽപ്പിൽ ഉടുത്തിരിക്കുന്ന തുണി എല്ലാം പറിച്ചു കളയും. അതിനാ ഞാൻ ഈ ബെൽറ്റ് ഇട്ടിരിക്കുന്നത്. പേരെന്താന്ന് പറഞ്ഞേ? പോൾരാജ്. നിങ്ങളുടെ പേരല്ല? ഓ, പ്രശാന്തിന്റെ. പ്രശാന്ത്. എന്തൊക്കെയുണ്ട് പ്രശാന്ത് വിശേഷങ്ങൾ? അയ്യോ, വെറും പ്രശാന്ത് അല്ല, കെ പ്രശാന്ത്. ഓക്കെ. നോട്ടെ. ഇതത്ര സീരിയസ് ആയ അസുഖമല്ല, ഒരു സിനിമാ നടനാകാൻ കഴിയാത്തതിലുണ്ടായ ഡിപ്രഷനാ. അയ്യോ, അങ്ങനെയല്ല ഡോക്ടർ. 2-3 സൈക്യാട്രിസ്റ്റുകളെ കാണിച്ച ഒരു കുറവുമില്ല. ഇവിടെ അഡ്മിറ്റ് ചെയ്തേ വെക്കൂ, ഇല്ലെങ്കിൽ ആകെ കുഴപ്പമാ. ഒരു കുഴപ്പമില്ല, ഞാൻ മരുന്ന് തരാം. കുറച്ചു ദിവസം വീട്ടിൽ പോയി റെസ്റ്റ് എടുത്താൽ മതി. അയ്യോ, അങ്ങനെ പറയരുത് ഡോക്ടർ. അഡ്മിറ്റ് ചെയ്തേ പറ്റൂ. രാജകുടുംബത്തിൽ പറഞ്ഞ പയ്യനാ. എത്ര രൂപ മുടക്കാനും തയ്യാറാ. അഡ്മിറ്റ് ചെയ്യാൻ മാത്രം ഒന്നുമില്ലെന്നേ.
നീ കിരീടത്തിലെ കീരിക്കാരൻ ജോസിന്റെ അടി കണ്ടിട്ടുണ്ടാ? ഞാൻ പറഞ്ഞില്ലേ സീരിയസ് ആണെന്ന് ആദ്യമേ നല്ല അടിയാണോ നിനക്ക്? ഇവരെ കൊണ്ട് ഷോക്ക് കൊടുക്ക്. ഷോക്കൊന്നും വേണ്ട ഡോക്ടർ, അത്രയ്ക്ക് മൂത്തിട്ടില്ല. എന്നെ വിടൂ. ഞാൻ ജീസസ് എന്ന ചിത്രത്തിലെ യേശുക്രിസ്തുവാണ്. ഒരു കരണത്തടിച്ചാൽ മറ്റേ കരണവും കാണിച്ചു കൊടുക്കണമെന്നാണ് കർത്താവ് പറഞ്ഞിട്ടുള്ളത്. എന്നെ അടിക്കൂ ഡോക്ടർ. പാവം. ഇതാ ഞാൻ ഈ കൈ കൊണ്ട് ഡോക്ടർ അടിച്ച്. ഡോക്ടർ സോറി, എനിക്ക് അറിയാതെ പറ്റിപ്പോല. എന്നോട് മാപ്പ് തരണം ഡോക്ടർ. ഈ സില്ലി പ്രശ്നം. ഷോക്ക് വേണ്ട, സെല്ലടക്കേ. അയ്യോ സെല്ല് വേണ്ട ഡോക്ടർ, ജൽവാട് മതി. അതെ, സെല്ലിൽ അടച്ചാൽ ഞങ്ങൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കില്ല. വിചാരിക്കുന്ന പോലെ ചികിത്സ അതെ, വളരെ കോംപ്ലിക്കേറ്റാ. നോ 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 നോ, ഇങ്ങനെ വേരിയേഷൻ ഉണ്ടാകുന്ന രോഗികളെ ജനറൽ വാർഡ് അഡ്മിറ്റ് ചെയ്തുകൂടാ. സെല്ലിൽ തന്നെ അടക്കണം. കൊണ്ടുപോയിക്കോളൂ. അയ്യോ സെല്ല് വേണ്ട, എന്നെ വിടൂ. എന്നെ വിടാൻ സെല്ല് വേണ്ട എനിക്ക്. ഒരു കൂട്ടിന് ഞാനും കൂടെ സെല്ലി കിടന്നോട്ടെ. ഐ സേ ഗെറ്റ് ഔട്ട്. ചേട്ടന്റെ വീട് എനിക്ക് സെല്ലിൽ അടയ്ക്കാൻ പാത്തുന്ന പ്രാന്തായിട്ടില്ല. ചേട്ടാ, പടിപ്പടിയായിട്ടില്ലേ പ്രൊമോഷൻ വേണ്ടത്? ആദ്യം ജനറൽ വാർഡ്, പിന്നെ സ്പെഷ്യൽ വാർഡ്, പിന്നെ സെൽ, പിന്നെ ഷോക്ക്. ഷോക്ക് നിന്റെ തന്തയ്ക്ക് കൊടുത്താൽ മതി. അയ്യോ, വയലന്റ് ആവരുത് ചേട്ടാ. മുട്ട അടിക്കേണ്ടി വരുമോ? മുട്ട ഞാൻ കൂടെ ഇവിടെ വന്നാ മതി. കാരണം കാരണം അറിയണോ? വേണ്ട. പോളെ എന്നെ വിടും. പട്ടണം പാച്ചു. ആണിക്കത്ത് മാധവിയമ്മ, അവര് മരിച്ചിട്ട് 30 വർഷം കഴിഞ്ഞു. മുഖലക്ഷണമെന്ന് പറയട്ടെ. ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ള മുഖമാണ്. 5 രൂപ തന്ന 2 രൂപയുടെ ഫലം പറയും. ഉള്ളതേ പറയത്തുള്ളൂ, ഇല്ലാത്തത് പറയാൻ മടി കാണിക്കത്തില്ല. നല്ല ലക്ഷണം കെട്ട മുഖമാണ്. അങ്ങനെ നാളെ ഏതാ? പൂണാർത്ഥം. പുണരുന്ന സ്വഭാവക്കാരനാണ്. അങ്ങനെ ഈ ആഴ്ചയിൽ 4 ദിവസങ്ങൾ നല്ല ദിവസങ്ങളല്ല, ബാക്കി 3 ദിവസം മോശമാണ്. ശനി ഞായർ ദിവസങ്ങൾ അവധി ദിവസങ്ങളായിരിക്കും. മകന് 48 വയസ്സ് കഴിഞ്ഞാൽ 49 വയസ്സാകും. മകന്റെ മനസ്സിൽ 1-ന് 3-ന് ഇടയ്ക്കുള്ള സംഖ്യ വിചാരിച്ചു 2 അല്ലേ. മോന്ത കണ്ട പട്ടി കഞ്ഞു കുടിക്കത്തില്ല. ദോഷമില്ല മകനെ, ഗുണം തന്നെ. ഓ ഇറങ്ങി കുട്ടിച്ചാത്ത, ചെറിയിട്ടിറങ്ങാൻ. എന്നെ പിടിയേട്ടാ, എനിക്ക് ജനറൽ വാർഡ് മതി. നീ അകത്ത് നിൽക്കാറുണ്ട്. ഇറങ്ങി വേണം. ഇന്ന് തെറ്റിയാ മതി. എന്തിന്? ദൈവം വരെ ആക്കരുത്. ദോഷം പറയരുത്. നിനക്ക് ഈ വേഷം നന്നായിട്ട് ഇണങ്ങുന്നുണ്ട്. കലക്കൻ. കൊന്നുകളെ ഞാൻ. അവന്റെ ഒരു ഒടുക്കത്തെ പദ്ധതിയും പ്ലാനും ജനറൽ വാർഡെന്നൊക്കെ പറഞ്ഞിട്ടേ അവസാനം ഇപ്പൊ സെല്ലിനകത്തായി. അതെ, നിന്റെ ആക്ഷൻ കുറച്ച് കൂടി പോയതുകൊണ്ടാ. ചില്ലറ ഐഡിയാണോ ഡോക്ടർ ഇടിച്ചത്? നീയല്ലേ പറഞ്ഞ മമ്മൂട്ടി മോഹൻലാലിനെ കുറച്ച് ഓവറായിട്ട് അവനിക്ക്? മമ്മൂട്ടി മോഹൻലാലാണെങ്കിൽ ഡോക്ടർ ഇടിക്കോ? ആ പെൺകുട്ടിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി വന്നതാ. ഇപ്പൊ എന്നെ രക്ഷപ്പെടുത്താൻ വേറെ ആരെങ്കിലും വരണം. നീ പേടിക്കാതെ, നിന്നെ രക്ഷിക്കാൻ ഞാനുണ്ട്. എടാ, പരിശോധിക്കാനാണെന്നും പറഞ്ഞ് അവർ എന്റെ കുറെ രക്തം ദേഹത്തിന്റെ അവിടെ നിന്ന് ഇവിടുന്ന് എടുത്തു. ഭ്രാന്തിന് എന്താണ് രക്തം പരിശോധിക്കുന്നത്? ഏത് ടൈപ്പ് ഭ്രാന്താണെന്ന് അറിയാനായിരിക്കും. തൽക്കാലം നീ ഒരു കാര്യം ചെയ്യും, ആ യമുന എവിടെയാണ് കിടക്കുന്നതെന്ന് പോയി നോക്കിയിട്ട് വാ. പിന്നെ ആർക്കും സംശയം തോന്നാത്ത രീതിയിൽ ഇവിടെ പോവാൻ. പ്രഭേ, ഞാനൊരു മണ്ടനാണെന്ന് നിനക്ക് സംശയം തോന്നുന്നുണ്ടോ? മുമ്പ് എനിക്ക് അങ്ങനെ സംശയം ഉണ്ടായി. ഇപ്പൊ ഉറപ്പായി. പോ.